നമസ്കാരം, എല്ലാവർക്കും സ്വയംവരം സീരിയലിൻ്റെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ജയയെ വിളിച്ച് രാജീവൻ രാഗി എല്ലാം മറന്ന് സ്നേഹിക്കാൻ തുടങ്ങിയ കാര്യം പറയുമ്പോഴത്തേക്കും ജയ വന്ന് അത് ശ്രീജരെടുക്ക പറയാട്ടോ ചെയ്യുന്നത്. രാജീവൻ വിളിച്ചിരുന്നു രാഗിക്ക്. രാജീവനോട് ഇപ്പോൾ ഭയങ്കര സ്നേഹം, ആഹാരം വിളമ്പി കൊടുക്കുന്നു, അവനെ ഊട്ടുന്നു, എന്താണെന്ന് അറിഞ്ഞുകൂടാന്ന് പറയാട്ടോ ചെയ്യുന്നു. രാഗിക്ക് സ്നേഹം കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമാവുമല്ലോ ചേച്ചി, രാഗി രാജീവേട്ടൻ തമ്മിൽ അടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യുമെന്ന് ശ്രീജ ചോദിക്കാട്ടോ ചെയ്യുന്നത്. എടി പൊട്ടി, രാഗിയുടെ ഉടായിപ്പൊക്കെ അവന് നല്ലതുപോലെ അറിയാം. ഞാൻ അവനെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അവൻ എന്തായാലും അവിടെ ഉടായ്പിൽ വീഴാനൊന്നും പോകുന്നില്ല എന്ന് പറയുന്നു. ഞാൻ പറഞ്ഞു അതെല്ലാം അവിടെ അടവായിരിക്കുമെന്നു. രാജീവനെയും അതുപോലെ തന്നെ സ്വത്തുക്കളും അതുപോലെ കുട്ടികളെയും സ്വത്തുക്കളെയും എല്ലാം അവൻ വേണ്ടാന്ന് വെച്ചിട്ട് ഇറങ്ങിപ്പോകുന്നു, മനസ്സിലായില്ലേ? അപ്പോൾ അവൻ രാജീവനെ നഷ്ടപ്പെടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അവൾ ഇതൊക്കെ ചെയ്യുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് പറയട്ടോ ചെയ്യുന്നത്. അല്ലെങ്കിൽ രാജീവേട്ടൻ എന്തിനാണ് അവിടെ തന്നെ നിൽക്കുന്നത്? വാടക വീട് നോക്കിയിട്ട് എന്തായും ചോദിക്കട്ടോ ചെയ്യുന്നത് ശ്രീജ. വാടക വീടിന് വേണ്ടി ബ്രോക്കറിനോട് പറഞ്ഞിട്ടുണ്ട്, അവന് ഒത്തൊരു വീട് കിട്ടേണ്ടതെന്ന് പറയും. അവൻ അങ്ങനെയൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന എന്തിനാണ് രാജീവേട്ടൻ? ഇവിടെ വന്ന് താമസിച്ചൂടെ? നിന്റെ മനസ്സിലിരിപ്പൊക്കെ എനിക്കറിയാം, നിനക്ക് എന്നും അവനെ കണ്ടുകൊണ്ടിരിക്കുന്നതിന് വേണ്ടിയിട്ടല്ലേ ചോദിക്കാട്ടോ ചെയ്യുന്നത് ജയ ശ്രീജയോട്. പിന്നല്ലാതെ എന്നുള്ള രീതിയിൽ ശ്രീജ നിൽക്കുന്നു. ആ വീഡിയോ ഉണ്ടല്ലോ ആ രാജേന്ദ്രൻ എടുത്തത് എല്ലാവരും കണ്ടു, എൻ്റെ റിലേറ്റീവ്സും ഫ്രണ്ട്സും ഒക്കെ കണ്ടു. അപ്പോൾ വിളിച്ചവരോടൊക്കെ ഞാൻ പറഞ്ഞത് രാജീവേട്ടൻ എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് ആവുമെന്നും ഞാൻ രാജീവേട്ടനുമായിട്ടുള്ള കല്യാണം നടക്കുമെന്നും അതൊക്കെ നടക്കുമെന്നും ശ്രീജ പറയാട്ടോ ചെയ്യുന്നത്. പിന്നീട് രാജീവൻ ആകെപ്പാടെ ഒരു സംശയം, രാഗിയുടെ മനമാറ്റത്തിന് എന്തായിരിക്കും കാരണം? ഇനി അവൾക്ക് വല്ല വട്ടുവാണോ എന്നുള്ള രീതിയിൽ രാജീവനാണെങ്കിൽ രാഗിയുടെ റൂമിലേക്ക് വന്ന് നോക്കാട്ടോ ചെയ്യുന്നത്. റൂമിലാണെങ്കിൽ ലൈറ്റും കിടപ്പുണ്ട്. റൂമിലേക്ക് നോക്കുന്ന സമയത്ത് ആ റൂമിൽ ആരും തന്നെ ഇല്ല കേട്ടോ. പിന്നെ അപ്പോൾ രാജീവൻ ആലോചിക്കുന്നുണ്ട്, രാഗി ഇത് എവിടെ പോയി എന്നും പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് റൂമിൽ നിന്ന് പുറത്തോട്ട് തലയിടുമ്പോഴത്തേക്കും ആണ് കേട്ടോ ലൈറ്റ് കത്തിക്കുന്നത്. അതാരുമല്ല, രാഗി തന്നെയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് രാജീവൻ ഞെട്ട് കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് രാഗിയോട് ചിരിച്ചോണ്ട് പറയച്ചേ, ഞാനേ വെള്ളം കുടിക്കാൻ വന്നപ്പോഴത്തേക്ക് റൂമിൽ ലൈറ്റ് കിടക്കുന്നത് കണ്ടു. എന്താ ലൈറ്റ് കിടക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഞാൻ വെറുതെ ഒന്ന് നോക്കിയതാന്ന് രാജീവൻ പറയുന്നു. അപ്പോൾ ഉടനെ രാഗി പറയുന്നു, അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. വളരെ കുലീനതയോടുകൂടി കേട്ടോ ഇപ്പോൾ രാഗി സംസാരിക്കുന്നത്, ഒച്ചയൊക്കെ താത്തി നല്ല ബഹുമാനത്തോടു കൂടി. അപ്പോൾ രാജീവൻ ചോദിക്കുന്നത്, ആ ശരിയാ പറഞ്ഞില്ല. അപ്പോൾ പിന്നെ ഗുഡ് നൈറ്റ് എന്നും പറഞ്ഞുകൊണ്ട് രാജീവൻ പോവാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ രാഗി രാജീവനെ പിടിച്ചു നിർത്തിയിട്ട് പറയുന്നുണ്ട്, രാജീവേട്ടാ എനിക്കറിയാം രാജീവേട്ടന് എൻ്റെ മാറ്റം പെട്ടെന്ന് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കത്തില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. രാജീവേട്ടൻ്റെ മനസ്സിൽ കൂടെ ഇപ്പോൾ എന്തൊക്കെയാണ് പോകുന്നതെന്നൊക്കെ. പക്ഷേ രാജീവേട്ട, ഞാനിത് മനസ്സുകൊണ്ട് മാറിയതാണെന്നും എനിക്ക് എൻ്റെ തെറ്റുകളെല്ലാം ബോധ്യപ്പെട്ടെന്നും അത് മനസ്സിലാക്കി ഞാൻ തിരുത്താനായിട്ട് ശ്രമിക്കുകയാണെന്നും എനിക്കിനി രാജീവേട്ടനെ പിരിയാനായിട്ട് സാധിക്കത്തില്ല എന്നും ഒക്കെ രാഗി പറയുന്നു. ഇത് കേൾക്കുമ്പോൾ രാജീവന് മനസ്സിലാവുന്നുണ്ട്, രാഗി ഇത് ഉള്ളിൽ തൊട്ടി തന്നെ പറയുന്നതാണ്. എന്തായാലും രാഗിയുടെ മനസ്സിൽ മാനസാന്തരം ഉണ്ടായി തുടങ്ങിയെന്ന്. പിന്നീട് രാഗി കരഞ്ഞുകൊണ്ട് രാജീവിൻ്റെ മുമ്പിൽ കൈകൂപ്പി അപേക്ഷിക്കാട്ടോ ചെയ്യുന്നത്, എന്നോട് ക്ഷമിക്ക്, ഞാൻ അറിഞ്ഞും അറിയാതെയും ചെയ്ത സകല അപരാധങ്ങളും എന്നോട് പൊറുക്കണേ രാജീവേട്ട, ഇനി ഒരിക്കലും ഞാൻ അങ്ങനെ ഒന്നും ചെയ്യില്ല, എന്നോടേക്ക് മാപ്പ് തരണേ രാജീവേട്ട എന്ന് പറഞ്ഞ് കരഞ്ഞ് അപേക്ഷിക്കാട്ടോ ചെയ്യുന്നത്. അപ്പോഴും രാജീവൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല. മാപ്പ് തന്നു, ശരി, ഗുഡ് നൈറ്റ് എന്നും പറഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ട് പോകാനായിട്ട് തുടങ്ങാട്ടോ ചെയ്യുന്നത്. അപ്പോഴും രാഗിക്ക് മനസ്സിലാവുന്നുണ്ട് രാജീവന് തന്നെ വിശ്വാസമായിട്ടില്ലെന്ന്. വീണ്ടും രാഗി പിറകിൽ നിന്ന് രാജീവനെ വിളിക്കാട്ടോ ചെയ്ത്, രാജീവേട്ട എനിക്ക് ആ നെഞ്ചിൽ ചേർന്നിരിക്കണം, എനിക്ക് ആ നെഞ്ചിൽ കെട്ടിപ്പിടിക്കണം, എന്നെ ഒന്ന് നെഞ്ചോട് ചേർക്ക് രാജീവേട്ട, എന്നിൽ മാത്രമേ എനിക്ക് സമാധാനമായിട്ട് ഇന്ന് ഉറങ്ങാനായിട്ട് സാധിക്കത്തുള്ളൂ, ഞാനൊന്ന് കെട്ടിപ്പിടിച്ചോട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് രാജീവൻ്റെ നെഞ്ചിലേക്ക് ചായിയാട്ടോ ചെയ്യുന്നത്. അത് അങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ രാജീവൻ പൂർണ്ണമായിട്ടും തകർന്നു പോവുകയാണ്. രാജീവന് മനസ്സിലാവുന്നുണ്ട് രാഗി ആത്മാർത്ഥമായിട്ട് തന്നെയാണ് തന്നോട് മാപ്പ് ചോദിച്ചതെന്ന്, തന്നെ സ്നേഹിക്കുന്നതെന്നും. പിന്നീട് രാജീവനും രാഗിയെ ചേർത്ത് പിടിക്കുകയാട്ടോ ചെയ്യുന്നത്. അപ്പോൾ രാഗി പറയുന്നുണ്ട്, ഇപ്പോൾ എനിക്ക് ആ നെഞ്ചിലെ താളം കേൾക്കാനായിട്ട് സാധിക്കുന്നുണ്ട്, എത്ര നാൾ ഈ നെഞ്ചിലെ താളം കേട്ട് ഞാൻ ഉറങ്ങിയിട്ടുണ്ട് മനസമാധാനത്തോടു കൂടി, ഇനിയും എനിക്ക് അങ്ങനെ തന്നെ ഉറങ്ങണമെന്നും നമ്മുടെ നഷ്ടപ്പെട്ടു പോയ ജീവിതം നമുക്ക് തിരിച്ചു പിടിക്കണമെന്നും എല്ലാം എൻ്റെ തെറ്റിദ്ധാരണകളായിരുന്നു എന്നും എല്ലാം എനിക്കിപ്പോൾ ബോധ്യപ്പെട്ടു എന്നും എന്നോട് എല്ലാത്തിനും ക്ഷമിക്കണമെന്നും പറയുന്നു. ഇനി ഒരിക്കലും ഞാൻ പഴയതുപോലെ ആകില്ല എന്നും ഞാൻ എടുത്തു ചാടി ഒരു തീരുമാനവും എടുക്കില്ല എന്നും എനിക്കിനി രാജീവേട്ടൻ ഇല്ലാതെ പറ്റില്ല എന്നും രാജീവേട്ടനെ പിരിയാൻ സാധിക്കില്ല എന്നും പറയട്ടോ ചെയ്യുന്നത്. അങ്ങനെ രാഗിയെ രാജീവനും ചേർത്ത് പിടിക്കുന്നുണ്ട്. രാജീവനും മനസ്സിലാകുന്നു. പിന്നീട് അവർ പരസ്പരം ഗുഡ് നൈറ്റ് പറഞ്ഞ് കിടന്നുറങ്ങുന്നു. പിറ്റേ ദിവസം രാവിലെ തന്നെ രാഗി അമ്പലത്തിൽ പോയി സമസ്ത അപരാധവും ഏറ്റുപറഞ്ഞ് ദേവിയുടെ മുമ്പിൽ കൈകൂപ്പി മാപ്പ് അപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ പേരിൽ ഒന്നും ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കരുതെന്നും ആരും ഞങ്ങളുടെ ജീവിതത്തിൽ തെറ്റിദ്ധാരണകൾ പരത്താനായിട്ട് ഇനി വരരുതെന്നും എല്ലാ അപരാധങ്ങളും ദേവി പൊറുക്കണമെന്നും ഇനി സന്തോഷകരമായൊരു ജീവിതം തന്ന് സഹായിക്കണമെന്നും ഒക്കെ ദേവിക്ക് മുമ്പിൽ കരഞ്ഞ് അപേക്ഷിക്കുന്നു. പിന്നീട് തിരുമേനിയുടെ അടുക്ക ചെന്നിട്ട് പറയുന്നു, കുറച്ച് കഷ്ടതകളും അരിഷ്ടതകളും കുടുംബത്തിലുണ്ടായിരുന്നു, അത് മാറാനായിട്ട് എന്ത് പൂജ ചെയ്യണമെന്നൊക്കെ ചോദിക്കുന്നു. ആ പൂജകളൊക്കെ ചെയ്യാൻ തയ്യാറാകുന്നു. പിന്നീട് തിരുമേനിയെ പിന്നിൽ നിന്ന് വിളിച്ച് രാഗി ഒരു കാര്യം ചോദിക്കുന്നുണ്ട് കേട്ടോ, ഈ മൃത്യുഞ്ജയ ഹോമം കൂടെ നടത്താൻ അല്ലേ തിരുമേനി,
പിന്നെ ഈ മരണഭയമൊക്കെ മാറാനായിട്ട് നല്ലതല്ലേ എന്ന് ചോദിക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ ആർക്കാ ഇപ്പോൾ പ്രശ്നം, ആർക്കാ ഇപ്പോൾ അസുഖം എന്നൊക്കെ ചോദിക്കുന്നത്. അസുഖമൊന്നുമില്ല, പക്ഷെ മരണഭയം മാറാൻ നല്ലതല്ലേ ചോദിക്കുമ്പോൾ എന്നാൽ പിന്നെ അതിനും കൂടെ റെസിപ്റ്റ് അടച്ചോളൂ എന്ന് പറയാട്ടോ ചെയ്യുന്നത്. അപ്പോൾ രാഗിയുടെ ഉള്ളിൽ ഒരു മരണഭയം തോന്നി തുടങ്ങിയിട്ടുണ്ട്. രാഗിക്ക് എന്തോ ഒരു അസുഖം ഉണ്ട് കേട്ടോ, അത് മരണത്തിലേക്ക് നയിക്കുന്ന ഒരു അസുഖം തന്നെയാണ്. അതുകൊണ്ടാണ് രാഗിയിൽ ഈ മാറ്റം വന്നത് കേട്ടോ. ഇരുട്ടായിരുന്നു ഇത്രയും നാളും വെളിച്ചത്തിലേക്ക് വന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് രാവിലെ ആകുമ്പോൾ ജയ എത്തുന്നുണ്ട്. ജയ ഞെട്ടിക്കുന്ന കാഴ്ചയായിട്ടോ നടക്കുന്നത്. രാഗിയാണെങ്കിൽ രാജീവന് കടലക്കറി ഉണ്ടാക്കുന്നു, അത് വിളമ്പി കൊടുക്കുന്നു. രാജീവനും രാഗിയും കുട്ടികളും ഒക്കെ മനസമാധാനത്തോടെ സന്തോഷത്തോടെ ചിരിച്ച് കളിച്ച് ഭക്ഷണം കഴിക്കുന്നു. ഇത് കാണുന്ന ജയയ്ക്ക് അങ്ങോട്ട് സൂഹിക്കുന്നില്ല. എങ്ങനെയെങ്കിലും ശ്രീജയെ കൊണ്ട് രാജീവനെ കെട്ടിക്കാനാണ് ജയ ഇരിക്കുന്നത്. നേരെ വന്നിട്ട് പറയുന്നുണ്ട് ജയ, ഇതേ എൻ്റെ മരങ്ങോടനായിട്ടുള്ള ഒരു അനിയനുണ്ടല്ലോ, അവനെ കാണാൻ വേണ്ടി ഞാൻ ഇതുവഴി വന്നപ്പോൾ ഒന്ന് കയറിയെന്നേ ഉള്ളൂ. അപ്പോൾ ഉടനെ രാഗി പറഞ്ഞു, ചേച്ചി ഇരിക്കും ഭക്ഷണം കഴിക്കാമെന്ന് പറയുന്നു. അയ്യോ നിൻ്റെ സൽക്കാരമൊന്നും എനിക്ക് വേണ്ട, ഈ മരമണ്ടനുണ്ടല്ലോ അവൻ്റെ വയറ് നീ നിറച്ചാൽ മതി, എത്രയൊക്കെ കിട്ടിയാലും അവൻ പഠിക്കൂല. പക്ഷെ ഞാൻ അങ്ങനെയല്ല, നിൻ്റെ കള്ളക്കളികളൊക്കെ എനിക്കറിയാം, നിൻ്റെ ഊടായ്പൊക്കെ നിൻ്റെ കയ്യിൽ വെച്ചാൽ മതി എന്ന് രാഖിയോട് പറയാട്ടോ ചെന്ന്. രാജീവൻ ഇത് കേട്ടിട്ട് ചേച്ചിയൊന്നും മിണ്ടാതിരിക്കുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് നിന്നോടല്ല എനിക്ക് സംസാരിക്കാനുള്ളത്, ഇവളോടാണ് സംസാരിക്കാനുള്ളത്. എടി നീ എന്ത് ഭാവിച്ചാൽ തുടങ്ങിയിരിക്കുന്നത്, നിനക്ക് പെട്ടെന്ന് ഇപ്പോൾ എവിടെ നിന്നാടി രാജീവനോട് ഇത്രയ്ക്കൊരു സ്നേഹം വന്നത്? ഇത്രയും നാൾ നീ അവനെ കടിച്ചു കീറാൻ നിന്നതല്ലേ, നീയും നിൻ്റെ ചേട്ടനും കൂടെ ഇനി പറഞ്ഞു പരത്താനുള്ള അപവാദങ്ങളില്ല, അപമാനിക്കുന്നിടത്തോളം അപമാനിക്കുകയും ചെയ്തു. എന്നിട്ട് നിനക്ക് പെട്ടെന്ന് എവിടെ നിന്നാണ് ഈ ഒരു സ്നേഹം വന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ രാഗി പറയുന്നുണ്ട്, ഞാൻ എന്ത് പറഞ്ഞാലും ചേച്ചി വിശ്വസിക്കില്ല എന്ന് എനിക്കറിയാം, പക്ഷേ എനിക്ക് രാജീവേട്ടനെ ഇനി പിരിയാനായിട്ട് സാധിക്കത്തില്ല, എനിക്ക് രാജീവേട്ടനെ ഇല്ലാതെ പറ്റില്ല എന്ന് ജയയ്ക്ക് മുമ്പിൽ തുറന്നടിക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ജയ പറയുന്നുണ്ട്, എപ്പോൾ തൊട്ടാടി നിനക്ക് ഇത് തോന്നി തുടങ്ങിയത്? ഇത്രയും നാളും നിനക്ക് പിന്നെ പട്ടിയുടെ വില പോലും ഇല്ലായിരുന്നല്ലോടി, എന്നിട്ട് നിനക്ക് പെട്ടെന്ന് ഇപ്പോൾ രാജീവേട്ടനെ ഇല്ലാതെ പറ്റില്ല എന്നാവാൻ പിന്നിലെ കാര്യം എന്താടി? നിൻ്റെ ഉടായ്പ് തന്നെയാടി ഈ കള്ളസ്നേഹം, നിൻ്റെ അഭിനയമൊന്നും എൻ്റെ അടുക്ക വേണ്ട എന്ന് പറയാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ചിന്നുവും ചന്തുവും ഒക്കെ പറയുന്നുണ്ട്, എന്താ ആൻറ്റിയുടെ പ്രശ്നം? അച്ഛനും അമ്മയും ഒന്നിച്ചപ്പോഴത്തേക്ക് അവരെ തമ്മിൽ പിരിക്കാനായിട്ട് വരുന്നു, ഞങ്ങൾക്ക് ഇഷ്ടമല്ല, ഇവിടുന്ന് പൊക്കോ എന്നിങ്ങനെ പറയാട്ടോ ചെയ്യുന്നത് ചിന്നുവും ചന്തുവും കൂടെ. ഇത് കേൾക്കുന്ന ജയ ആകെ ഞെട്ട് കേട്ടോ ചെയ്യുന്നത്. ചെറിയ വായി വലിയ വർത്താനം, മിണ്ടാതിരിക്കടി അവിടെയെന്നും പറഞ്ഞ് ജയ ചിന്നുവിൻ്റെ നേരെ ചെല്ലുന്നുണ്ട്. അപ്പോൾ ചന്തുവും നല്ല കണക്കിന് ജയയ്ക്ക് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ രാഖി പറയുന്നത്, ചിന്നു ചന്തു മിണ്ടാതിരിക്കെ, ആൻറ്റി പറഞ്ഞോട്ടെ കുഴപ്പമില്ല എന്ന് പറയാട്ടോ ചെയ്യുന്നത്. പിന്നീട് രാഖി പറയുന്നുണ്ട്, ചേച്ചിക്ക് ഇപ്പം ഞാൻ എന്ത് പറഞ്ഞാലും മനസ്സിലാവത്തില്ല, പക്ഷെ ഞാനൊരു തീരുമാനത്തിൽ തന്നെ എത്തി, ഞാൻ ചെയ്തതെല്ലാം തെറ്റാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ചേച്ചി എന്നെ വിശ്വസിക്കാത്തതിലും എനിക്ക് പരാതിയില്ല, പക്ഷേ എനിക്ക് രാജീവേട്ടനെ പിരിയാൻ പറ്റില്ല, രാജീവേട്ടൻ ഇല്ലാതെ എനിക്ക് ജീവിക്കാനും പറ്റില്ല, എനിക്കും എൻ്റെ കുട്ടികൾക്കും രാജീവേട്ടൻ വേണം, ഇനി ഞാൻ പഴയതുപോലെ ആവില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് രാജീവൻ ജയെ പിടിച്ചു വലിച്ചുകൊണ്ട് പോവുക കേട്ടോ ചെയ്യുന്നത്. രാഖിയെ വെറുതെ കരയിക്കണ്ടെന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഉടനെ തന്നെ ജയ ചോദിക്കുന്നുണ്ടോ, നിനക്ക് വട്ടായോടാ, നീ ഡിവോഴ്സിന് കൊടുത്തിട്ട് ഇപ്പോൾ അവിടെ കൂടി ഇരുന്നുള്ള ആഹാരം കഴിക്കാൻ നിനക്ക് നാണമുണ്ടോ എന്ന് ചോദിക്കുന്നു. അല്ല ചേച്ചി, രാഖി യഥാർത്ഥത്തിൽ മാറി, അവൾക്ക് മാനസാന്തരം വന്നു, പിന്നെ അവൾക്ക് മാനസാന്തരം വരാൻ പോകുന്നു, ഇതൊക്കെ നിൻ്റെ തോന്നലാണ് രാജീവ, അവിടെ അടവാണ് ഇതൊക്കെ, നിന്നെ വീണ്ടും അവൾ പറ്റിക്കും, നിന്നെ വീണ്ടും ഇനി അവമാനിക്കും, എന്നാലും നീ പഠിക്കത്തില്ലല്ലോ രാജീവ, അവളുമായിട്ട് നമുക്ക് ഒരു ബന്ധവും വേണ്ട, ഈ ബന്ധം നീ എന്നേക്കുമായി വലിച്ചെറി, ഡിവോഴ്സിന് കൊടുത്തിട്ട് നീ ഇപ്പോൾ അവളോട് കൂട്ടുകൂടി ഇരിക്കേണ്ട ആവശ്യം എന്താണെന്ന് ചോദിക്കുന്നു. ചേച്ചി എൻ്റെ കുട്ടികൾ ഇന്നാണ് മനസ്സറിഞ്ഞൊന്ന് ചിരിക്കുന്നതെന്ന് പറയുന്നു. കുട്ടികളുടെ ചിരി ഒരു ദിവസം കാണും, പിറ്റേ ദിവസം അത് മാഞ്ഞു പോകും, അപ്പം നീ എന്ത് ചെയ്യുമെന്ന് ജയ ചോദിക്കാട്ടോ ചേച്ചി എന്തെങ്കിലും ചെയ്യാം, ഡിവോഴ്സിന് ഇനിയും സമയമുണ്ടല്ലോ, അതുവരെ നോക്കട്ടെ രാഖി എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പോഴാണ് ജയ പറയും, നീ എന്തിനാണ് അതൊക്കെ നോക്കാനായിട്ട് നിൽക്കുന്നത്, ഇനി അവളെ വേണ്ട, അങ്ങ് വേണ്ടാന്ന് പറഞ്ഞാൽ വേണ്ടാന്ന് പറയാട്ടോ ചെയ്യുന്നത്. രാജീവൻ ധർമ്മസങ്കടത്തിലാവട്ടോ ചെയ്യുന്നത്. എന്തായാലും രാഖിയും രാജീവനും ഒന്നിക്കാട്ടോ ചെയ്യുന്നത്, എല്ലാം മറന്ന്.